السلام عليكم ورحمة الله. الحمد لله الذي خلق فسوى والذي قدر فهدى. نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة. أيها الناس اتقوا الله عباد الله. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. واعبد ربك حتى يأتيك اليقين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനരായ സത്യവിശ്വാസികൾ, സർവശക്തനും സർവലോക നിയന്താവുമായ റബ്ബ് സുബ്ഹാനഹു തആലയുടെ ആജ്ഞകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിതം നയിക്കണമെന്ന് സ്വന്തത്തെയും നിങ്ങളെയും വസിയത്ത് ചെയ്യുന്നു. അള്ളാഹുവിന്റെ കിതാബും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും സമ്പൂർണമായി ജീവിതത്തിൽ നടപ്പാക്കി ഈമാനോടുകൂടി മരണം വരിച്ച് ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ റബ്ബ് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ലവരാവുക എന്നത് ജീവിത വിജയത്തിന്റെ ഏറ്റവും അടിസ്ഥാനമാണ്. നല്ലവരെ എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ്. നല്ലവരോടാണ് റബ്ബിന് ഏറ്റവും ഇഷ്ടമുള്ളതും. അതുകൊണ്ട് തന്നെ മനുഷ്യൻ നല്ലവരാകാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഒരു മനുഷ്യനെ എങ്ങനെ ഏറ്റവും ഉത്തമനായ മനുഷ്യനാക്കി മാറ്റാം എന്നുള്ളത് ഇസ്ലാമിക നിർദ്ദേശങ്ങൾ ആകത്തുക നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ വിഷയമാണ് നമുക്ക് കാണാൻ സാധിക്കുക. എങ്ങനെ ഉത്തമനായ ഒരു മനുഷ്യനെ സൃഷ്ടിച്ചെടുക്കാം എന്നുള്ളത്. ആ നിർദ്ദേശങ്ങൾ നിരവധി വരുന്ന നിർദ്ദേശങ്ങളിൽ ഏതാനും ചില കാര്യങ്ങൾ മാത്രം ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ ഒരു ജുമുഅയുടെ പരിമിത സമയത്തിനുള്ളിൽ ഇൻഷാ അല്ലാഹ് മനസ്സിലാക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും പ്രധാനം, മനുഷ്യൻ നന്നാകാൻ, ഉത്തമനാകാൻ ഏറ്റവും പ്രധാനമായി ആവശ്യമായിട്ടുള്ളത് സൃഷ്ടിച്ചവനായ റബ്ബിനെ അറിയുകയും ആ റബ്ബിനുള്ള ഇബാദത്തിൽ തന്റെ ജീവിതത്തെ സമർപ്പിക്കുകയും ചെയ്യുക എന്നതാണ്. സൂറത്തുൽ ഹിജ്റിലെ 99-ാമത്തെ ആയത്താണ് ഞാനിവിടെ പാരായണം ചെയ്തിട്ടുള്ളത്. വഅബ്ദുർ റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. മരണം വന്നെത്തുന്നവരേക്കും നീ നിന്റെ റബ്ബിനുള്ള ഇബാദത്ത് നിർവഹിച്ചുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. ആ ഇബാദത്ത് എന്നത് നന്ദിബോധത്തിൽ നിന്നുണ്ടാകുന്നതാണ്. അള്ളാഹു നൽകിയിട്ടുള്ളതാണ് ഞാൻ ജീവിതത്തിൽ ആസ്വദിക്കുന്ന മുഴുവൻ കാര്യങ്ങളും. റബ്ബ് എന്നോട് കാണിച്ച ഔദാര്യത്തിനും കാരുണ്യത്തിനും ഒരിക്കലും ആ അളവിൽ തിരിച്ചെനിക്ക് നന്ദി ചെയ്താൽ മതിയാകില്ല, എനിക്ക് സാധ്യമാകില്ല. അത്രയേറെയാണ് എന്റെ റബ്ബ് എനിക്ക് തന്നിട്ടുള്ളത്. എന്റെ സഹോദരൻ അയൽവാസി വൃക്കരോഗിയായി കിടക്കുകയാണ്. നാട്ടിൽ കലക്ഷൻ നടക്കുന്നുണ്ട്. 40 ലക്ഷം രൂപയാണ് സമാഹരിക്കേണ്ടത്. സുബ്ഹാനല്ലാഹ്. അതുപോലൊരു വൃക്ക എനിക്കുമുണ്ടല്ലോ. ആ വൃക്കയ്ക്ക് വിലയിട്ടാൽ, നാട്ടിൽ നടക്കുന്ന ഹൃദയ ശസ്ത്രക്രിയക്ക് വേണ്ടി നടക്കുന്ന പണപ്പിരിവിന്റെ തോത് നിശ്ചയിച്ചാൽ, ഹൃദയത്തിന് വിലയിട്ടാൽ, ശരീരത്തിലെ ഓരോ അവയവത്തിനും വിലയിട്ടാൽ, റഹ്മാനായ റബ്ബേ, എന്റെ ഈ ശരീരത്തിന്റെ വില എത്ര വലുതാണ്. അതിലെ ഓരോ അവയവത്തെയും പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നീയാണ്. ഞാൻ കഴിച്ച ഭക്ഷണം, ഇന്നലെ രാത്രി ആഹരിച്ച സുഭിക്ഷമായ ആഹാരം ഒരു കുഴപ്പമില്ലാതെ എന്റെ ഈ ശരീരത്തിൽ ദഹിച്ചു പോയിട്ടുണ്ട്. യന്ത്രങ്ങള്, ഇരുമ്പ് കൊണ്ട് നിർമ്മിക്കപ്പെട്ട യന്ത്രങ്ങളെ വെല്ലുന്ന വിധത്തിൽ എന്റെ ഈ ശരീരത്തിലെ ദഹന സംവിധാനവും രക്തചംക്രമണ വ്യവസ്ഥയും ശ്വാസോച്ഛ്വാസ വ്യവസ്ഥയും നാഥ എത്ര മഹത്തരമായിട്ടാണ് നീ സംവിധാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ നിനക്കെത്ര നന്ദി ചെയ്താലും മതിയാവുകയില്ല. ലോകം കണ്ട മഹാൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പട്ടിണി കിടന്ന പായയുടെ പാടുകൾ ദേഹത്ത് വീണ
നീണ്ട നാളുകൾ പട്ടിണി കിടന്നിട്ട് പച്ചിലകൾ ഭക്ഷിച്ച കാരണത്താൽ ആടുകൾ വിസർജിക്കുന്ന പോലെ വിസർജനം നടത്തിയെന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്ന ആ മഹാനായ റസൂലുള്ളയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയുടെ അന്ത്യനിയാമത്തിൽ എഴുന്നേറ്റ് നിന്ന് നമസ്കരിച്ച് കാലിൽ നീര് വന്ന അവസ്ഥയിൽ അത് കണ്ട പത്നി അതിനെക്കുറിച്ച് ചോദിച്ചപ്പോ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് ചോദിച്ചത് അഫലാ കുന അബ്ദൻ ശകൂറൻ യാ ആയിഷ, ആയിഷ ഞാൻ നന്ദിയുള്ള ഒരടിമയാകേണ്ടതില്ല എന്ന്. ആരാണ് പറയുന്നത്? നമ്മളൊക്കെ അനുഭവിച്ച ജീവിത സുഖത്തിന്റെ 100-1 പോലും ആസ്വദിച്ചിട്ടില്ലാത്ത പ്രവാചകനാണ് നീണ്ട മണിക്കൂറുകൾ നിന്ന് നമസ്കരിച്ചിട്ട് നീര് വന്ന കാല് തന്റെ പത്നിയുടെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെട്ട സന്ദർഭം അതിനെക്കുറിച്ച് ചോദിച്ച ഭാര്യയോട് ഞാൻ നന്ദിയുള്ള അടിമയാകേണ്ടതില്ലേ ആയിഷ എന്ന് ചോദിക്കുന്നത്. ആ നന്ദി ബോധത്തിൽ നിന്നുണ്ടാകുന്നതാണ് ഇബാദത്ത് എന്നത്. ആ ഇബാദത്തുകൾ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുമ്പോഴാണ് ഒരു വിശ്വാസി ഏറ്റവും നല്ലവനായി തീരുക. കാരണം ഓരോ ഇബാദത്തും തിന്മയിൽ നിന്ന് അവനെ തടയുന്നതാണ്. 5 നേരം വുളൂ ചെയ്യുമ്പോ, 5 നേരം റബ്ബിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുമ്പോ ആ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ഒരു വിശ്വാസിക്ക് മറ്റൊരു തിന്മയിലേക്ക് പോവുക സാധ്യമല്ല. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹിശാഇ വൽ മുൻകർ. എല്ലാ നീചവൃത്തികളിൽ നിന്നും എല്ലാ വെറുക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്നും നമസ്കാരം അവനെ തടയുന്നു എന്നാണ്. നോമ്പനുഷ്ഠിക്കുന്ന ഒരു സത്യവിശ്വാസിക്ക് ഒരിക്കലും തന്നെ ജീവിതത്തിൽ ഹറാമുകൾ ഭക്ഷിക്കാൻ സാധ്യമാകില്ല. സക്കാത്തിന്റെ മഹത്വം മനസ്സിലാക്കിയ ഒരു മനുഷ്യന് സാമ്പത്തിക രംഗത്ത് ഒരിക്കലും അനീതി പ്രവർത്തിക്കാൻ സാധ്യമല്ല. ജീവിതത്തിന്റെ സമ്പൂർണമായ തലങ്ങൾ മുച്ചൂടും ശുദ്ധമാക്കുകയാണ് ഇബാദത്ത് ചെയ്യുന്നത്. അതുകൊണ്ട് ആ ഇബാദത്തുകളിലുള്ള കണിശതയാണ്, സൂക്ഷ്മതയാണ്, അതിന്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഒരു മനുഷ്യനെ ഏറ്റവും നല്ലവനാക്കി തീർക്കുന്നത്. അതിൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം എപ്പോഴും തോന്നുമ്പോഴൊക്കെ ചെയ്യുക എന്നതല്ല, മറിച്ച് അള്ളാഹുവിന്റെ ഇഷ്ടത്തിനു വേണ്ടി ചെയ്യുന്ന അമലുകൾ പതിവാക്കുക എന്നുള്ളതും. ജമാഅത്ത് നമസ്കാരത്തിന് പോകൽ പതിവാക്കുക, ഖുർആൻ പാരായണം പതിവാക്കുക, സുന്നത്തായ നമസ്കാരങ്ങൾ പതിവാക്കുക. അഹബ്ബുൽ അഅ്മാലി ഇലല്ലാഹി അദ്വമുഹാ വഇൻ ഖല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, പ്രവർത്തനങ്ങളിൽ റബ്ബിന് ഏറ്റവും ഇഷ്ടം സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് എത്ര കുറഞ്ഞ തോതിലാണെങ്കിലും ശരി, അത് സ്ഥിരമാക്കുക എന്നതാണ്. അത് സ്ഥിരമാക്കുന്നതോടൊപ്പം ആ തൗഫീഖിന് വേണ്ടി പ്രാർത്ഥിക്കൽ ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ്. അല്ലാഹുമ്മ അഇന്നി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച പ്രാർത്ഥന, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദത്ത്. അല്ലാഹുവേ, നിന്നെ ഓർക്കാൻ, നിനക്ക് നന്ദി ചെയ്യാൻ, നിനക്കുള്ള ഇബാദത്തുകൾ ഏറ്റവും നല്ല നിലക്ക് അനുഷ്ഠിക്കാൻ നീ എന്നെ സഹായിക്കണമേ എന്ന് ആത്മാർത്ഥതയോടുകൂടി റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യുക. അങ്ങനെ ഇബാദത്തുകളിലൂടെ, ആ ഇബാദത്തുകളിൽ മുഴുകി അതിൻ്റെതായ കർമ്മങ്ങളിൽ ഈ ലോകത്ത് നിന്ന് വിട പറയാൻ സാധിക്കുക എന്നത് ആ സൗഭാഗ്യമാണ്. നമസ്കാരത്തിലുള്ള ഒരു മരണം, ഹജ്ജിലുള്ള ഒരു മരണം, സദക്ക ചെയ്തുകൊണ്ടുള്ള ഒരു മരണം, അങ്ങനെ റബ്ബിന് ഇഷ്ടമുള്ള കർമ്മങ്ങൾ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ മലക്ക് വന്ന് റൂഹിനെ പിടിക്കുക എന്ന സൗഭാഗ്യം അതുണ്ടാകണം. എന്ത് വേണം? ആ നിലക്ക് സൽക്കർമ്മങ്ങളിൽ, ഇബാദത്തുകളിൽ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളെയും ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. മറ്റൊന്ന്, പരിശുദ്ധ ദീൻ പഠിപ്പിക്കുന്നത് ഉപകാരമുള്ള ഒരു ജീവിതമാവുക എന്നതാണ്. ഭൂമിക്ക് ഭാരമായി ജീവിക്കേണ്ടുന്നവനല്ല വിശ്വാസം, മറിച്ച് അവന്റെ ജീവിതകാലം അത് എത്ര ചുരുങ്ങിയതാകട്ടെ, ഈ ലോകത്തടയാളപ്പെടുത്തലുകൾ ബാക്കി വെച്ചുകൊണ്ടാണ് മരണം അവനെ പിടികൂടുക. അള്ളാഹുവിന്റെ കൽപ്പന സൂറത്തു മാഇദ തുടക്കത്തിൽ തന്നെ അള്ളാഹു പറഞ്ഞു, വതആവനു അലൽ ബിർരി വത്തഖ്വാ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. നന്മയിലും ഭക്തിയിലും നിങ്ങൾ പരസ്പരം സഹായിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സഹായങ്ങൾ, ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ നന്മയുടെ മാർഗത്തിലും തഖ്വയുടെ വിഷയത്തിലുമാണ്. വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. പാപത്തിന്റെയും ശത്രുതയുടെയും വിഷയത്തിൽ നിങ്ങൾ ഒരിക്കലും പരസ്പരം സഹകാരികളായി മാറാൻ പാടില്ല. നന്മകൾ വ്യാപിപ്പിക്കുക, നന്മകൾ വളർത്തിക്കൊണ്ടുവരാം, നന്മ ചെയ്യാനുള്ള അവസരങ്ങൾ വേണ്ടി കാതോർത്ത് കാത്തിരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മനുഷ്യരിൽ ഏറ്റവും ഉത്തമൻ ആരാണ്? ഖൈറുൻ നാസി അൻഫഅഹും ലിന്നാസ്. ആളുകൾക്ക് ഏറ്റവും ഉപകാരമുള്ള ഒരാളാണ് മനുഷ്യരിൽ ഏറ്റവും നല്ലവൻ. നല്ലവന് റസൂലുള്ളാഹി നൽകിയ വിശദീകരണമാണ് ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരമുള്ള മനുഷ്യൻ. ചരിത്രത്തിലെ ശ്രദ്ധേയമായൊരു നിമിഷം, 40-ാമത്തെ വയസ്സിൽ ഹിറാ ഗുഹയുടെ ഏകാന്തതയിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിച്ച
മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരികയും നുബുവ്വത്തിന്റെ ആദ്യ വചനങ്ങൾ ഓതി കേൾപ്പിച്ചു കൊടുക്കുകയും ചെയ്ത സന്ദർഭം. വിശുദ്ധ ഖുർആനിലെ ആദ്യത്തെ വചനങ്ങൾ അവതരിപ്പിക്കപ്പെട്ട സൂറത്തു അലഖിലെ ആദ്യ വചനങ്ങൾ അവതരിപ്പിക്കപ്പെട്ട സന്ദർഭം. ഭയപ്പെട്ട് വീട്ടിലേക്കോടിയ പനി ബാധിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുതപ്പിട്ട് മൂടാൻ വേണ്ടി ഭാര്യ ഖദീജ റളിയല്ലാഹു തആല അൻഹയോട് ആവശ്യപ്പെട്ടപ്പോ ഭർത്താവിനെ ആ വിധത്തിൽ ശുശ്രൂഷിച്ച ഖദീജ റളിയല്ലാഹു തആല അൻഹ ആശ്വസിപ്പിച്ചുകൊണ്ട് ആ സന്ദർഭത്തിൽ പറഞ്ഞ വാക്ക്, ആരാണ് ഒരു മുഅ്മിൻ, എന്താണ് ഒരു മുഅ്മിനിന്റെ ക്വാളിറ്റി, അത് നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാകുന്ന ഭർത്താവിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഖദീജ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞ വാക്ക്, കല്ലാ വല്ലാഹി മാ യുഖ്സികല്ലാഹു അബദാ. പ്രയാസപ്പെടണ്ട, വിഷമിക്കണ്ട, ഒരിക്കലും തന്നെ അല്ലാഹു അങ്ങയെ കൈവിടില്ല, അങ്ങയെ വിഷമിപ്പിക്കില്ല. കാരണം അങ്ങ് ആരാണ്? ഇന്നക ലതസിലുർ റഹിം, അങ്ങ് കുടുംബ ബന്ധം കാത്തു സൂക്ഷിച്ചവനാണ്. കുടുംബ ബന്ധമാകുന്ന മനുഷ്യ ജീവിതത്തിൽ അതിപ്രധാനമായ ബന്ധത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് അത് നിലനിർത്താൻ, അത് വളർത്തിയെടുക്കാൻ ജീവിത തിരക്കുകൾക്കിടയിൽ സമയം കണ്ടെത്തുന്ന ഒരു മനുഷ്യൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വം ഖദീജ റളിയല്ലാഹു തആല അൻഹ അവിടെ എടുത്തു പറയാണ്. റബ്ബ് അങ്ങയെ കൈവിടില്ല, കാരണം അങ്ങ് കുടുംബ ബന്ധം നിലനിർത്തുന്നവനാണ്. വതഹ്മിലുൽ കൽ, അശരണരുടെ ഭാരം പേറുന്നവനാണ്. കരയുന്നവന്റെ കണ്ണീരിന്റെ വേദന അറിയുന്ന, എരിയുന്ന വയറിന്റെ പ്രശ്നങ്ങളെ തിരിച്ചറിയുന്ന ഒരു ജീവിതം സത്യവിശ്വാസിക്കുണ്ടായി തീരണം. റസൂലിന്റെ മഹത്വം ഖദീജ റളിയല്ലാഹു തആല അൻഹ എടുത്തു പറയാണ്. വതഹ്മിലുൽ കൽ, അശരണരുടെ ഭാരം പേറുന്നവനാണ് അങ്ങ്. വതക്സിബുൽ മഅദൂം, അതുപോലെ ഇല്ലാത്തവർക്ക് വേണ്ടി സമ്പാദിച്ചു കൊടുക്കുന്നവനാണ് താങ്കൾ. കൈവശമില്ലാത്ത പ്രയാസപ്പെടുന്ന ആളുകളുടെ ദുരിതം അകറ്റാൻ വേണ്ടി പണിപ്പെടുന്നവനാണ് അങ്ങ്. വതഖരിൽ ലൈഫ്, അതുപോലെ തന്നെ അതിഥികളെ ആദരിക്കുന്ന സ്വഭാവമുള്ളവനാണ് അങ്ങ്. വതഈനു അലാ നവാഇബിൽ ഹഖ്, സത്യമാർഗത്തിലെ പ്രയാസങ്ങളിൽ ജനങ്ങൾക്കൊക്കെ സഹായം നൽകുന്നവനാണ്. നോക്കൂ, ഈ പറഞ്ഞതൊക്കെ മറ്റു മനുഷ്യരുമായി ബന്ധപ്പെട്ട കാര്യമാണ്. മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ജീവിതം, അത് സത്യത്തിൽ തനിക്ക് പ്രതിഫലാർഹമായ ഒരു ജീവിതമായി മാറുകയാണ്. അൻസാറുകളുടെ മഹത്വത്തിലൂടെ, സഹാബാക്കളുടെ ജീവിതത്തിലൂടെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്ന നിരവധി വരുന്ന സംഭവങ്ങൾ ഈ വിഷയത്തിലുണ്ട്. കരുണയുടെ മാതൃകയാകേണ്ടുന്നവനാണ് സത്യവിശ്വാസം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അർറാഹിമൂൻ യർഹമുഹുമുർ റഹ്മാൻ. കരുണ ജീവിതത്തിൽ നിലനിർത്തുന്ന ആളുകൾ, അവർക്ക് അള്ളാഹു കാരുണ്യം ചൊരിയും. അതുകൊണ്ട് ഇർഹമു മൻ ഫിൽ അർള് യർഹമുകും മൻ ഫിസ് സമാ, ഈ ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക, എങ്കിൽ ആകാശത്തുള്ളവൻ നിങ്ങൾക്കും കരുണ ചൊരിയും. അങ്ങനെ എല്ലാവർക്കും ഉപകാരമുള്ള ഒരു ജീവിതത്തിന്റെ ഉടമയാവുക. നമ്മൾ മരിക്കുമ്പോൾ നാട്ടുകാരുടെ മനസ്സിൽ, പടച്ചോനെ ആ വിളക്കാണ് അണഞ്ഞു പോയത്, ആര് കയറി ചെന്ന് എന്തു പ്രശ്നം പറഞ്ഞാലും കയ്യിൽ കാശില്ലെങ്കിൽ പോലും കഴിയുന്ന നിലക്കുള്ള സഹായം ചൊരിഞ്ഞ, ആശ്വാസ വാക്കുകൾ ചൊരിഞ്ഞ, ദീനിന്റെ ഉത്ബോധനങ്ങൾ ഓർമ്മപ്പെടുത്തലും നടത്തിയ ആ വിളക്കാണ് അണഞ്ഞു പോയത് എന്ന് ചുറ്റിലും ജീവിക്കുന്ന ആളുകളുടെ മനസ്സിൽ തോന്നലുണ്ടാകത്തക്ക വിധത്തിൽ നന്മയുടെ പ്രതിരൂപമായി ജീവിക്കാൻ സാധിക്കുക. മറ്റൊന്ന്, പരിശുദ്ധ ഇസ്ലാം നമുക്ക് നൽകുന്ന നിർദ്ദേശം, മറ്റുള്ളവർ അവന്റെ തിന്മകളിൽ നിന്ന് സുരക്ഷിതരായിരിക്കണമെന്നാണ്. അതാണ് നല്ലവന് പരിശുദ്ധ ദീന് നൽകുന്ന വ്യാഖ്യാനം. മറ്റുള്ളവർ അവന്റെ പ്രയാസങ്ങളിൽ നിന്ന് സുരക്ഷിതരായിരിക്കണം, എല്ലാ അർത്ഥത്തിലും, നാവ് കൊണ്ടും കൈകൊണ്ടും ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടൊക്കെ. അള്ളാഹു കൽപ്പിച്ചു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ യസ്ഹർ ഖൗമും മിൻ ഖൗമിൻ അസാ അൻ യകൂനു ഖൈറൻ മിൻഹും വലാ നിസാഉം മിൻ നിസാഇൻ അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുന്ന. പരിഹസിക്കരുത്. പുരുഷന്മാരോടും സ്ത്രീകളോടുള്ള കൽപ്പന. പരിഹസിക്കപ്പെടുന്നവർ പരിഹസിക്കുന്നവരെക്കാൾ ഉത്തമരായേക്കാം. നാവ് കൊണ്ട് വരുത്തുന്ന ഒരു മുറിവ്, അത് മരുന്നുകൊണ്ട് അതിന് ശമനം വരുത്തുക സാധ്യമല്ല. മനുഷ്യന്റെ ഹൃദയങ്ങളിൽ ഏൽപ്പിക്കുന്ന മുറിവുകൾ എന്നും അവിടെ ഒരു വ്രണമായി നിലനിൽക്കും. അതുകൊണ്ട് എന്റെ നാവ് കൊണ്ട് ഞാൻ ആർക്കും ഒരു പ്രയാസം, എന്റെ ഭാര്യ ഞാൻ കാരണം പ്രയാസപ്പെടേണ്ടി വരില്ല. എന്റെ ഭർത്താവ്, എന്റെ അമ്മായിയമ്മ, എന്റെ അമ്മോശൻ, എന്റെ അളിയൻ, എന്റെ അയൽവാസി, എന്റെ ഓഫീസിലെ സഹപ്രവർത്തകൻ, ഒരാൾക്ക് ഞാനൊരു പാര വെച്ചതിന്റെ പേരിൽ, ഞാനൊരു പരദൂഷണം പറഞ്ഞതിന്റെ പേരിൽ ഒരു പ്രയാസം ഒരാൾക്ക് ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്താൻ കഴിയാം.
അതുപോലെ തന്നെ കൈകൾ കൊണ്ടും. അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. ആരാണ് മുസ്ലിം? റസൂലുള്ളാഹി നൽകിയ വ്യാഖ്യാനം, ഏതൊരാളുടെ കയ്യിൽ നിന്നും നാവിൽ നിന്നും മറ്റുള്ള മുസ്ലിങ്ങൾ സുരക്ഷിതരാണോ അവനാണ് മുസ്ലിം. എന്റെ കൈ കൊണ്ടും എന്റെ നാവ് കൊണ്ടും ഞാൻ ഒരാൾക്ക് ഉപദ്രവം വരുത്തില്ല എന്ന് ഉറപ്പിക്കാൻ സാധിക്കുക. ദുനിയാവ് മാത്രല്ല, ആഖിറവും നഷ്ടപ്പെടും ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഫ്ലിസിനെ പരിചയപ്പെടുത്തി അതദ്റൂന മനിൽ മുഫ്ലിസ് എന്ന് ചോദിച്ച ശ്രദ്ധേയമായ ഹദീസ് നമുക്കൊക്കെ സുപരിചിതമാണ്. പാപ്പരായവൻ ആരാണ്? ലാ ദീനാറും വലാ ദിർഹമല്ലോ, കയ്യിലൊരു ദീനാറോ ദിർഹമോ ഇല്ലാത്തവനെയാണ് മുഫ്ലിസ് എന്ന് പറയുക, ബാങ്ക്രപ്റ്റ്, പാപ്പർ എന്ന് പറയാൻ നമുക്കറിയാം. പക്ഷെ റസൂലുള്ളാഹി പറഞ്ഞതല്ല, യഅതി യൗമൽ ഖിയാമത്തി ബിസ്വലാത്തിൻ വസിയാമിൻ വസകാത്ത്, നമസ്കാരം നോമ്പും സക്കാത്തും ഒക്കെ ആയിട്ട് പരലോകത്ത് വരും. വയത്തി ഖദ് ശതമ ഹാദാ വഖദഫ ഹാദാ വഅകല മാല ഹാദാ വസഫക ദമ ഹാദാ വളറബ ഹാദാ. ആ സന്ദർഭത്തിൽ അതാ ഇന്നയാളെ അധിക്ഷേപിച്ചു, ഇന്നയാളെ ചീത്ത വിളിച്ചു, ഇന്നയാളുടെ സമ്പത്ത് ഭക്ഷിച്ചു, ഇന്നയാളുടെ രക്തം ചിന്തി, ഇന്നയാളെ അടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ആ കാര്യത്തിന് വിധേയരായ ആളുകൾ കണക്ക് ചോദിച്ചു വരുമ്പോ ഇവന്റെ കർമ്മത്തിൽ നിന്നൊക്കെ അവർക്കെടുത്തു കൊടുക്കുക. മതി വരാതിരിക്കുമ്പോ അവർ ചെയ്ത പാപങ്ങളുടെ ശിക്ഷ കൂടി ഇവന് നൽകുക. അവനാണ് മുഫ്ലിസ്, പാപ്പരായവൻ. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ജീവിതത്തിൽ ഈ കാര്യത്തിൽ ഉറപ്പുവരുത്ത്. എന്റെ നാവ് കൊണ്ട്, എന്റെ കൈകൾ കൊണ്ട്, എന്റെ സമ്പത്ത് കൊണ്ട്, എന്റെ സഹവാസം കൊണ്ട് ഒരു മനുഷ്യന് ഒരു ഉപദ്രവം വന്നിട്ടില്ല. ഒരാളും ഞാൻ കാരണം ദുഃഖിക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളത്, വരില്ല എന്നുള്ളത് ഉറപ്പാക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന നല്ല മനുഷ്യരിൽ, നല്ലവരിൽപ്പെട്ടവനായി മാറുന്നത്. അതുപോലെ തന്നെ പ്രധാനമാണ് പരിശുദ്ധ ദീൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, നല്ലവരായി തീരണമെങ്കിൽ ജനങ്ങളുടെ കയ്യിലുള്ളത് ആഗ്രഹിക്കാതെ അള്ളാഹു നമുക്ക് നൽകിയതിൽ തൃപ്തി അടയുന്നവരാകണം, മോഹങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നവരാകണം. വിശുദ്ധ ഖുർആൻ സൂറത്തു താഹ 131 ആയത്തിലൂടെ പഠിപ്പിക്കുന്നു, വലാ തമുദ്ദന്ന ഐനൈക ഇലാ മാ മത്തഅനാ ബിഹി അസ്വാജൻ മിൻഹും സഹറത്തുൽ ഹയാത്തി ദുനിയ ലിനഫ്തിനഹും ഫീഹി. പരീക്ഷിക്കാൻ വേണ്ടി ഐഹികമായ സുഖങ്ങൾ ധാരാളം നാം പലർക്കും നൽകിയിട്ടുണ്ടാകും. അതിന്റെ നേരെയൊക്കെ നിന്റെ കണ്ണുകളെ നീട്ടരുത്. ഞാനത് കൊടുത്തത് അവരെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. പക്ഷെ അത് കണ്ടിട്ട്, അവന്റെ വീടിന്റെ വലുപ്പം കണ്ടിട്ട്, അവൻ ഓടിക്കുന്ന കാറിന്റെ വില കണ്ടിട്ട്, അവൻ വാങ്ങിക്കൂട്ടി ഏക്കർ കണക്കിന് വരുന്ന എസ്റ്റേറ്റുകൾ കണ്ടിട്ട്, മഞ്ചേരി ടൗണിൽ അവൻ പടുത്തുയർത്തിയ പുതിയ ബിൽഡിങ്ങുകൾ കണ്ടിട്ട് ഇതൊന്നും എന്റെ മനസ്സിൽ ചൊറിച്ചിൽ ഉണ്ടാകണ്ട. വരിസ്ഖു റബ്ബിക ഖൈറുൻ വഅബ്ഖാ. നിന്റെ റബ്ബ് നിനക്ക് നൽകിയ റിസ്ക് ഉണ്ടല്ലോ, അതെത്ര ചെറുതാണെങ്കിലും അതാണ് ഏറ്റവും നല്ലതും എന്നും ശേഷിക്കുന്നു. പടച്ചോൻ തന്നതാണ് നിനക്ക് ഖൈറ് എന്ന് നീ മനസ്സിലാക്കണം. മറ്റുള്ളവൻ്റെത് കണ്ടുകൊണ്ട് പ്രയാസപ്പെടുന്ന ഒരു മനസ്സാണ് നിനക്കുള്ളതെങ്കിൽ മരണം വരേക്കും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നിനക്ക് സ്വസ്ഥതയുണ്ടാവില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലൈസൽ ഗിന അൻ കസ്റത്തിൽ അറദ്. എന്താണ് ഐശ്വര്യം എന്ന് പറയുന്നത്? ധാരാളം ജീവിത വിഭവങ്ങൾ ലഭിക്കുക എന്നതല്ല. വലാകിന്നൽ ഗിന ഗിനൻ നഫ്സ്. ഇമാം ബുഖാരി റളിയല്ലാഹു ഉദ്ധരിക്കുന്ന ഹദീസ്. യഥാർത്ഥ ഐശ്വര്യം മാനസികമായ ഐശ്വര്യമാണ്, മനസ്സംതൃപ്തിയാണ്. ചെറിയ വീടിന്റെ പൂമുഖമാണെങ്കിലും ആ പൂമുഖത്തിരുന്ന് ഭാര്യയുടെ മുഖത്തേക്ക് നോക്കി, സാരല്ല പൊന്നെ ഇത്രയുണ്ടല്ലോ എന്ന് ആശ്വസിപ്പിക്കുന്ന ഒരു ദാമ്പത്യ ജീവിതം. ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ വരുമ്പോ നീ കണ്ടില്ല, അതാ ഇപ്പോഴും ICU കിടക്കുക, എത്ര ലക്ഷം ചെലവഴിച്ചു, അതൊന്നും ഇല്ലാതെ അല്ല ഈ ഒരു അവസ്ഥയിൽ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ലേ? ചെറിയ പ്രയാസങ്ങളല്ലേ ഉള്ളൂ. പരസ്പരം ആശ്വസിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന, ഏത് സന്ദർഭത്തിലും അൽഹംദുലില്ലാ പറയുന്ന ഒരു മനസ്സിന്റെ ഉടമയാവുക. സത്യവിശ്വാസി നാളെ പരലോകത്തെത്തുമ്പോ സ്വർഗീയ സൗഭാഗ്യം ലഭിച്ചാൽ ആ സ്വർഗത്തിൽ വെച്ച് അവൻ ആദ്യം പറയുന്ന വാക്കെന്താണ്? അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. ഈ മാർഗത്തിലേക്ക് നമ്മളെ നയിച്ച റബ്ബേ നിനക്ക് സ്തുതി. നീ ഹിദായത്ത് നൽകിയിട്ടില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഈ സ്വർഗം എനിക്ക് ലഭിക്കുമായിരുന്നില്ല. അവിടെ വെച്ച് അൽഹംദുലില്ലാ പറയാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഈ ലോകത്ത് ജീവിക്കുന്ന ഓരോ നിമിഷത്തിലും മനസ്സറിഞ്ഞ് ഈ ഹംദിന്റെ വാക്ക് പറയാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ജീവിക്കുമ്പോഴേ മറ്റുള്ളവരുടേതിലേക്ക് നേരെയുള്ള ആഗ്രഹത്തിൽ നിന്ന് മനസ്സിനെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്ഹദ് ഫി ദുനിയാ യുഹിബ്ബുക്കല്ലാഹ്. നീ ദുനിയാവിൽ നിന്റെ മോഹങ്ങളെ നിയന്ത്രിക്കുക, എങ്കിൽ അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടും. ആഗ്രഹങ്ങൾക്ക് പരിധി വെക്കുക.
ജീവിതത്തിലെ അങ്ങേയറ്റത്തെ മോഹങ്ങൾക്ക് പരിധി നിശ്ചയിക്കുക. അങ്ങനെ നീ ജീവിച്ചാൽ അള്ളാഹ്ക്ക് നിന്നോട് ഇഷ്ടമുണ്ടാകും. വസ്ഹദ് ഫീമാ ഫീ ഐദിന്നാസ് യുഹിബ്ബുക്കന്നാസ്. ജനങ്ങളുടെ കയ്യിലുള്ളത് വേണ്ടെന്ന് നീ വെച്ചാൽ, അത് ത്യജിക്കാൻ നീ തയ്യാറായാൽ ജനങ്ങൾക്കും നിന്നോട് ഇഷ്ടമുണ്ടാകും. ഈ ദുനിയാവിലെ വിഭവങ്ങളിൽ നിനക്കുള്ള അമിതമായ ആർത്തി നീ ഇല്ലാതാക്കിയാൽ അള്ളാഹ്ക്ക് നിന്നോട് ഇഷ്ടമുണ്ടാകും. ജനങ്ങളുടെ നേരെയുള്ള കാര്യങ്ങളിൽ നിന്റെ ആർത്തി നീ ഒഴിവാക്കിയാൽ ജനങ്ങൾക്കും നിന്നോട് ഇഷ്ടമുണ്ടാകും. എത്ര അർത്ഥവത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം. ഇബ്നു മാജ റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്നു. സഹോദരങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ ഞാനും നിങ്ങളും നല്ലവരായി ഈ ഭൂമിയിൽ ജീവിക്കാൻ, നന്മയുടെ ഓർമ്മകൾ ഈ ലോകത്ത് ബാക്കിയാക്കിക്കൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറയാൻ പരിശുദ്ധ ഇസ്ലാം നമ്മോട് നിർദ്ദേശിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഓരോന്നും ജീവിതത്തിൽ നടപ്പാക്കാൻ നമ്മൾ പരിശ്രമിക്കുക. റഹ്മാനായ നാഥൻ അള്ളാഹുവിന്റെ ദീൻ സമ്പൂർണമായി ജീവിതത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഈമാനോടുകൂടി മരണം വരിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് സല്ലല്ലാഹു അലാ നബിയ്യി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് നല്ലവരായി ഈ ഭൂമിയിൽ ജീവിച്ച് വിട പറയാനുള്ള തയ്യാറെടുപ്പുകൾ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും നിർവഹിച്ചുകൊണ്ടിരിക്കണമെന്ന് സ്വന്തത്തെയും നിങ്ങളെയും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നല്ലവരായി ജീവിച്ച് മരണപ്പെട്ടു പോകണമെങ്കിൽ ഏറ്റവും അനിവാര്യമായിട്ടുള്ള കാരണം, നല്ലവരാകാനുള്ള ഏറ്റവും പ്രധാനമായ മാർഗങ്ങളിലൊന്ന് മരണത്തിനായുള്ള തയ്യാറെടുപ്പ് ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും ഉണ്ടാവുക എന്നതാണ്. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. സകല ആത്മാക്കളും മരണത്തിന്റെ രുചി അറിയും. ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. തീർച്ചയായും മരണത്തിന്റെ രുചി സകല ആത്മാക്കളും അനുഭവിച്ചറിയുക തന്നെ ചെയ്യും. നിങ്ങളുടെ കർമ്മങ്ങളുടെ പ്രതിഫലം പൂർത്തീകരിക്കപ്പെടുന്നത് അന്ത്യദിനത്തിലാണ്. അന്ന് നരകത്തിൽ നിന്ന് ആര് രക്ഷപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുവോ അവൻ സൗഭാഗ്യവാനായി തീർന്നു. ആ മരണം വരുന്നതിന് മുമ്പ് അതിനുവേണ്ടി തയ്യാറായിക്കൊണ്ടുള്ള ഒരു ജീവിതം നമ്മളിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ജീവിതം നന്നായി തീരുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, ജനങ്ങളിൽ ആരാണ് ഏറ്റവും ബുദ്ധിമാൻ എന്ന ചോദ്യത്തിന് അവിടുന്ന് പറഞ്ഞ മറുപടി അക്സറുഹും ലിൽ മൗതി ദിക്റാ. ഏറ്റവും കൂടുതൽ മരണചിന്ത ആരിലാണോ ഉള്ളത് അവനാണ് ഏറ്റവും ബുദ്ധിമാൻ. വഅഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദ. ആ മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തിനായി ഏറ്റവും നന്നായി തയ്യാറെടുക്കുന്നവൻ ആരാണോ അവനാണ് ഏറ്റവും ബുദ്ധിയുള്ളവൻ. നേരെ മറിച്ചാണ് മനുഷ്യരുടെ മനസ്സിലുണ്ടാകുന്ന ചിന്ത. കൂടുതൽ കൂടുതൽ സുഖിക്കാൻ, ആസ്വാദനത്തിന് വേണ്ടിയുള്ളതാണ് ജീവിതം എന്ന് ചിന്തിക്കുന്നൊരു തലത്തിലേക്ക് നമ്മുടെ സമൂഹം എത്തിച്ചേർന്നിരിക്കുകയാണ്. സാഹചര്യങ്ങൾ പലപ്പോഴും ആ വിധത്തിൽ ചിന്തിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുകയാണ്. ഒന്ന്, മക്കൾക്ക് വേണ്ടി സമ്പാദിച്ചു വെച്ചിട്ടൊന്നും ഇനി കാര്യമില്ല. കാരണം മക്കൾക്കൊക്കെ സ്നേഹം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വൃദ്ധസദനങ്ങളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സമ്പാദിച്ചു വെക്കുന്നതിലൊന്നും വലിയൊരു അർത്ഥം ഇനിയില്ല. അതുകൊണ്ട് കിട്ടുന്നത് ഈ സമയത്ത് അത് നന്നായി അടിച്ചു പൊളിച്ചങ്ങ് ആസ്വദിച്ച് ജീവിക്കണം. അങ്ങനെ വാർദ്ധക്യമാകുമ്പോൾ ആ മക്കളൊന്നും നോക്കാനുണ്ടായിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് ഇപ്പൊ കിട്ടുന്നത് പരമാവധി അങ്ങനെ അങ്ങ് ആസ്വദിച്ച് തീർക്കുക. ഇതൊരു ഭാഗത്ത്. മറ്റൊന്ന്, പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം, ജൻസെറ്റിനെ സംബന്ധിച്ചിടത്തോളം ജീവിതം എന്ന് പറയുന്നത് തന്നെ ആസ്വാദനത്തിന് വേണ്ടിയാണ്. ആ ആസ്വാദനം ഉണ്ടാക്കാൻ പുതിയ മാർഗങ്ങൾ എന്തൊക്കെയുണ്ട് അതൊക്കെ പരമാവധി ഉപയോഗപ്പെടുത്തും. അവിടെ സാമ്പത്തിക താല്പര്യമുള്ള, കച്ചവട കണ്ണുള്ള, ബിസിനസ്, അതുപോലെ തന്നെ മീഡിയകൾ എല്ലാം കൂടി ചേരുമ്പോൾ മൊത്തം ഒരു ആഘോഷമയമായി മാറും. അവിടെ മനുഷ്യനിൽ നിന്ന് മരണത്തെക്കുറിച്ച് ചിന്ത പോകും. നിങ്ങൾ ഓരോ കാര്യവും ശ്രദ്ധിച്ചു നോക്കൂ. വസ്ത്രധാരണത്തിന്റെ കാര്യത്തിൽ കൂടുതൽ 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 മോശമായിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് പുതിയ തലമുറയിലെ പെൺകുട്ടികൾ. ആൺപെൺ ഇടപഴകലുകളുടെ മേഖലയിൽ അങ്ങേയറ്റം മ്ലേച്ഛമായ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. എല്ലാ മേഖലകളിലും അതിന്റെ പ്രത്യേകിച്ചുള്ള ദിനങ്ങളിലൂടെയാണ് നമ്മളിപ്പം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പിശാചിന്റെ ഇടപെടലുകൾ ആ രംഗത്തൊക്കെ ഉണ്ടാകും. ആഘോഷത്തിന്റെ പേര് പറഞ്ഞ് ഏത് വൃത്തികേടിലേക്കും പോകാനും, എന്ത് തിന്മകളും ഏത് കൂത്താട്ടങ്ങൾക്കും സാമൂഹികമായ അംഗീകാരവും പിന്തുണയും ലഭിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും. അവിടെ നിയന്ത്രിച്ചു നിൽക്കണമെങ്കിൽ ഒരു കാര്യം നമുക്ക് ഓർമ്മ വേണം, മരണം കടന്നു വരാനുണ്ട്.
ഈ വൃത്തികെട്ട ഡാൻസ് ഞാൻ ചെയ്യുമ്പോ, ഈ പാട്ട് ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോ, ഈ വൃത്തികെട്ട രൂപത്തിൽ ആഘോഷം നടത്തിക്കൊണ്ടിരിക്കുമ്പോ കുഴഞ്ഞു വീണു മരിച്ചതിന്റെ നിരവധി വീഡിയോകൾ പണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു മരണം എനിക്കും കടന്നു വരാം. ആ ചിന്ത മാത്രമേ തടയുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യൻ നന്നാകാൻ, മരണചിന്ത ഉണ്ടാകാൻ വേണ്ടി ഓർമ്മപ്പെടുത്തിയ ഒരു കൊച്ചു ഹദീസ് ഉണ്ട്. നമസ്കാരത്തിന്റെ കാര്യം പറഞ്ഞിടത്ത്, ഫസ്വല്ലി സ്വലാത്ത മുവദ്ദിഉ, നീ എപ്പോ നിസ്കരിക്കുമ്പോഴും വിടവാങ്ങുന്നവന്റെ നമസ്കാരം നിസ്കരിക്കണം. നമുക്കറിയാം, ഇസ്ലാമിക ഭരണ സംവിധാനങ്ങളൊക്കെ ഉള്ള ചില രാജ്യങ്ങളിൽ തലവെട്ടുന്ന ശിക്ഷാമുറ നടപ്പാക്കുമ്പോൾ പലപ്പോഴും ചോദിക്കും, അവസാനത്തെ ആഗ്രഹം എന്തെങ്കിലും ഒരു 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കണം. തലവെട്ടപ്പെടുന്നതിന്റെ തൊട്ടു മുമ്പുള്ള 2 റക്അത്ത് നമസ്കാരം, അത്ര ഖുശൂഅോടെ, അത്ര ഈമാനോട് കൂടി ഒരു നിസ്കാരം അയാൾ നിസ്കരിച്ചിട്ടുണ്ടാവും. അതാണ് സ്വലാത്ത മുവദ്ദിന്റെ ഒരു ഉദാഹരണം. വിട പറയുന്നവന്റെ നമസ്കാരം, ഇതിന്റെ അവസാനത്തെ നിസ്കാരമാണ്. ആ ചിന്തയോടെയാകണം നീ ഓരോ നമസ്കാരവും നിർവഹിക്കേണ്ടത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്. ഈ ചിന്ത ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും ഉണ്ടായാൽ മതി. ഈ ആഘോഷം എന്റെ ജീവിതത്തിന്റെ അവസാനത്തതാകാം. അതുകൊണ്ട് ഇത് ഹലാലാണോ ഹറാമാണോ? ഈ കുടിക്കുന്നത് അവസാനത്തെ പാനീയമാകാം. അതുകൊണ്ട് ഇത് ഹലാലാണോ ഹറാമാണോ? ഈ ഇടപാട് അവസാനത്തതാകാം. ഇത് ഹലാലാണോ ഹറാമാണോ? ഈ പോകുന്ന പോക്ക്, ഈ നടത്തം അവസാനത്തെ നടത്തമാകാം. ഞാൻ പോകുന്നത് നന്മയുടെ കാര്യത്തിനാണോ തിന്മയുടെ കാര്യത്തിനാണോ? ഇറൊറ്റ ആലോചന മതി മനുഷ്യൻ നന്നാകാൻ. ഏത് സന്ദർഭത്തിലും ഇതെന്റെ അവസാനത്തേതാകാം എന്നുള്ളത്. ഹാസിബു ഖബ്ല അൻ യുഹാസബു, ഹാസിബു ഖബ്ല അൻ തുഹാസബു. നിങ്ങൾ എപ്പോഴും പരിശോധന, ആത്മപരിശോധന നടത്തിക്കൊണ്ടിരിക്കണം റബ്ബിന്റെ വിചാരണ വരുന്നതിന് മുമ്പ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു എപ്പോഴും പറഞ്ഞിരുന്ന ശ്രദ്ധേയമായ വചനം. ഇത് നമ്മൾ മനസ്സിൽ കാത്തു സൂക്ഷിക്കുക. നല്ല പ്രയാസാണ്, പിടിച്ചു നിൽക്കണം, നല്ല പ്രയാസാണ്. പിന്തിരിപ്പനാണ്, 6-ാം നൂറ്റാണ്ടുകാരനാണ്, 6-ാം നൂറ്റാണ്ടിന്ന് ബസ് കിട്ടാത്തവനാണ് എന്നൊക്കെ ആരോപണങ്ങളൊക്കെ കേൾക്കേണ്ടി വരും. പക്ഷെ സ്വർഗം വില പിടിച്ചതാണ്. അത് ലഭിക്കണമെങ്കിൽ അവസാന നാളുകളാകുമ്പോ തീക്കട്ട കയ്യിൽ പിടിച്ചവനെ പോലെയാകും സത്യവിശ്വാസിയുടെ അവസ്ഥ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. കുറച്ച് പ്രയാസം ഉണ്ടാകും. പിന്തിരിപ്പനാണ്, പഴയ ആളാണ് എന്നൊക്കെ കേൾക്കേണ്ടി വരും, തന്തവൈബാണ് എന്നൊക്കെ കേൾക്കേണ്ടി വരും. പക്ഷേ നമ്മൾ ഓർക്കണം, ജീവിതം പ്രധാനമാണ്. അത് നഷ്ടപ്പെടുത്താനുള്ളതല്ല. ഏത് നിമിഷവും അവസാനത്തതാകാം. അവിടെ അള്ളാഹുവിന്റെ ഇഷ്ടം നേടി നല്ലവനായിട്ട് ഈ ഭൂമിയിൽ നിന്ന് അന്ത്യയാത്ര നടത്താൻ നമുക്ക് സാധിച്ചാൽ നമ്മൾ സൗഭാഗ്യവാന്മാരായി തീർന്നു. അതുകൊണ്ട് ഏത് സമയത്തും ഈ ആത്മപരിശോധനക്ക് നമ്മുടെ ജീവിതത്തെ നാം വിധേയമാക്കുക. 1-2 കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. വിജ്ഞാനം വളരെ പ്രധാനമാണ്. നമ്മൾ വഴിതെറ്റിപ്പോകാതിരിക്കാൻ, പിശാചിന്റെ വലയിൽ നമ്മൾ അകപ്പെടാതിരിക്കാൻ ഇൽമു വളരെ പ്രധാനമാണ്. നിങ്ങളിൽ നിന്ന് ഈമാനുള്ളവരെയും അറിവുള്ളവരെയും അള്ളാഹു പദവികൾ ഉയർത്തുന്നതാണ്. അതുകൊണ്ട് ഇൽമിന്റെ മജ്ലിസുകൾ കണ്ടാൽ നിങ്ങൾ അതിലേക്ക് പ്രവേശിക്കണമെന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശമാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് മഗ്രിബിന് ശേഷം പ്രമുഖ പണ്ഡിതൻ ബഹുമാന്യ സഹോദരൻ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരിയുടെ ഒരു മജ്ലിസ്, ഇൽമിന്റെ മജ്ലിസ് ഇവിടെ ഒരുക്കപ്പെടുന്നുണ്ട്. കഴിയുന്ന എല്ലാ ആളുകളും ആ ക്ലാസ്സിൽ പങ്കെടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതേപ്രകാരം സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നമുക്ക് ലഭിക്കുന്ന അവസരം, അള്ളാഹുവിന്റെ ഭവനം, പള്ളികൾ പടുത്തുയർത്തപ്പെടുക, മിമ്പറുകൾ മാറ്റത്തിന്റെ കേന്ദ്രങ്ങളാണ്, ആളുകൾക്ക് ഉത്ബോധനം നൽകാനുള്ള സംവിധാനങ്ങളാണ്. ഒരു നാട്ടിന്റെ വെളിച്ചമാണ് അവിടുത്തെ പള്ളി എന്ന് പറയുന്നത്. അൽഹംദുലില്ലാ, ഒരുപാട് പുതിയ പള്ളികൾ നമ്മുടെ നാടുകളിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അക്കൂട്ടത്തിൽ പാലക്കാട് ജില്ലയിലെ കല്ലടിക്കോട് എന്ന സ്ഥലത്ത് സ്ഥലം വാങ്ങിയിട്ട് പള്ളി നിർമ്മാണത്തിന്റെ കാര്യങ്ങളുമായി അവിടുത്തെ ആളുകൾ നീങ്ങുന്നു. അവർ സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ അടുക്കൽ വന്നിട്ടുണ്ട്. റബ്ബിന്റെ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ഒരു വീട് പണിയപ്പെടുന്ന ഒരു പുണ്യകർമ്മമാണ് പള്ളി നിർമ്മാണത്തിലുള്ള സഹായം എന്നത് മനസ്സിലാക്കി ആ വിഷയത്തിലേക്ക് പരമാവധി എല്ലാവരും സഹായം നൽകാൻ വേണ്ടി ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മുടെ എല്ലാ അമലുകളും നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. റബ്ബിന് ഇഷ്ടമുള്ള ഒരു ജീവിതം ഈ ഭൂമിയിൽ ജീവിച്ച് അവസാനം ഏറ്റവും പ്രിയപ്പെട്ട റബ്ബിന്റെ വചനം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരണം വരിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ ദുർമാർഗങ്ങളിൽ നിന്നും, വഴികേടുകളിൽ നിന്നും നമ്മളെയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും വിശ്വാസി സമൂഹത്തെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാളിയൽ ഹാജാത്ത് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ അല്ലാഹുമ്മ അരിനൽ ഹഖ്ഖ ഹഖ്ഖൻ വർസുഖ്നാ ഇത്തിബാഅഹു
اللهم أرنا الباطل باطلا وارزقنا اجتنابه. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين. وصلى الله على النبي وعلى آله وصحبه أجمعين والحمد لله رب العالمين.